കഴിഞ്ഞ പരിഷ്കാരങ്ങൾ രാഷ്ട്രപതി ഭവന്റെയും ശോഭ കെടുത്തുന്നുണ്ട്. സ്വതന്ത്ര ഭരണ നിർവഹണ സംവിധാനം ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏതൊരു ഭരണഘടനാ സ്ഥാപനത്തിനും മുകളിലാണ് രാഷ്ട്രപതി ഭവൻ എന്ന് കാണാം. ഇലക്ടറൽ കോളേജിൽ ഭൂരിപക്ഷമുള്ള പാർട്ടികൾക്ക് രാഷ്ട്രപതിയെ തീരുമാനിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ 2 ടേമിലും BJP-യാണ് രാഷ്ട്രപതിയെ തീരുമാനിച്ചിരുന്നത്. സ്വാഭാവികമായും ഒരു ചായ്വ് കേന്ദ്ര സർക്കാരിനോട് രാഷ്ട്രപതിക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നയങ്ങളുടെ വക്താവായി പോലും അറിയാതെ പ്രഥമ പൗരൻ മാറുന്നുണ്ട്. പല തെളിവുകളും ഇതിന്റെ ഭാഗമായി പുറത്തു വരുന്നുമുണ്ട്. രാഷ്ട്രപതി ഭവനിലെ 2 പ്രധാന ഹാളുകളുടെ പേരുകൾ മാറ്റിയാണ് വീണ്ടും രാഷ്ട്രപതി ദ്രൗപദി മുർമു BJP അനുഭാവം പ്രകടമാക്കിയത്. ഇതിനെതിരെ വ്യാപകമായ രീതിയിൽ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ദർബാർ ഹാളിനും അശോക ഹാളിനുമാണ് പേര് മാറ്റിയിരിക്കുന്നത്. ഗണതന്ത്ര മണ്ഡപം, അശോക മണ്ഡപം എന്നീ പേരുകളിലായിരിക്കും ഇനി ഈ ഹാളുകൾ അറിയപ്പെടുക. ഇന്ത്യൻ സംസ്കാരവും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടുന്നതിന്റെ ഭാഗമായാണ് പേരുമാറ്റം എന്നാണ് ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം എന്നും കാണാം. രാഷ്ട്രപതിയുടെ ഓഫീസും ഔദ്യോഗിക വസതിയുമായ രാഷ്ട്രപതി ഭവൻ രാജ്യത്തിന്റെ പ്രതീകവും ജനങ്ങളുടെ അമൂല്യമായ പൈതൃകവുമാണ്. ഇവിടം ജനങ്ങൾക്ക് കൂടുതൽ പ്രാപ്യമാക്കാനുള്ള നിരന്തര ശ്രമങ്ങൾ നടന്നു വരികയാണ്. രാഷ്ട്രപതി ഭവന്റെ അന്തരീക്ഷം ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങളുടെയും ധാർമ്മികതയുടെയും പ്രതിഫലമാക്കാൻ നിരന്തരമായ ശ്രമം നടന്നിട്ടുണ്ട്. പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ഇന്ത്യൻ രാജാക്കന്മാരുടെ കോടതികളെയും ബ്രിട്ടീഷ് രാജിനെയും സൂചിപ്പിക്കുന്ന വാക്കാണ് ദർബാർ. ഇന്നത്തെ കാലത്ത് അതിന് പ്രസക്തി നഷ്ടപ്പെട്ടു. ഇന്ത്യ ഇപ്പോൾ ഒരു റിപ്പബ്ലിക് രാജ്യമാണെന്നും രാഷ്ട്രപതി ഭവന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ദേശീയ പുരസ്കാര വിതരണം പോലുള്ള സുപ്രധാന ചടങ്ങുകളും ആഘോഷങ്ങളും നടക്കുന്ന രാഷ്ട്രപതി ഭവനിലെ പ്രധാന വേദിയാണ് ദർബാർ ഹാൾ. രാജഭരണകാലത്തും പിന്നീട് ബ്രിട്ടീഷ് കാലത്തും കോടതി കാര്യങ്ങൾ നടക്കുകയും സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുകയും ചെയ്യുന്ന ഇടങ്ങൾ ദർബാറുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗണതന്ത്ര എന്ന ആശയം പുരാതന കാലം മുതൽ ഇന്ത്യൻ സമൂഹത്തിൽ വേരൂന്നിയതാണ്. അതുകൊണ്ട് തന്നെ ഗണതന്ത്ര മണ്ഡപ് എന്നത് ഏറ്റവും അനുയോജ്യമായ പേര് തന്നെയാണെന്നും രാഷ്ട്രപതി പറയുന്നുണ്ട്. അശോക ഹാൾ വിസ്തൃതമായൊരു ഹാളാണ്. വിശേഷ ചടങ്ങുകൾ നടത്തുവാനും ഒത്തുകൂടുവാനും ആഘോഷങ്ങൾക്കും ഡാൻസ് ചെയ്യാനും ഒക്കെയാണ് ബ്രിട്ടീഷ് കാലത്ത് ഉപയോഗപ്പെടുത്തിയിരുന്നത്. അശോക എന്ന വാക്കിന് ആരാണോ സകല ദുഃഖങ്ങളിൽ നിന്നും വിടുതൽ നേടിയവൻ എന്ന അർത്ഥവുമുണ്ട്. അശോക ചക്രവർത്തിയുമായി ബന്ധപ്പെടുത്തിയും പറയുന്നു. ഐക്യത്തിന്റെയും സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെയും പ്രതീകമാണ് അശോക ചക്രവർത്തി. അശോക ഹാളിനെ അശോക മണ്ഡപം എന്ന് പുനർനാമകരണം ചെയ്യുന്നതിലൂടെ ആ പേരിലെ മൂല്യം ഉയർത്തിപ്പിടിക്കുവാനും അതുവഴി ഇംഗ്ലീഷ് ഭാഷയുടെ അടയാളം നീക്കം ചെയ്യുവാനും കഴിയുമെന്നാണ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പേരുമാറ്റം പതിവാണെന്നും കാണാം. രാജ്യത്തിന്റെ സ്വന്തമായ പാരമ്പര്യം സംരക്ഷിക്കപ്പെടാനാണ് BJP വാദിക്കുന്നത്. ചരിത്രത്തെ വിസ്മൃതിയിലാക്കുവാനുള്ള ശ്രമങ്ങളും മറഞ്ഞു നിൽക്കുന്നുണ്ടെന്നും കാണാം.